ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. വിഷു ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ കളക്ഷൻ തൂക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു വിഷുക്കാലം എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഓരോ സിനിമയ്ക്കും അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടപ്പെടുന്ന ദിനങ്ങളുമാണ്. വിഷു റിലീസായി വരുന്ന എല്ലാ ചിത്രങ്ങളെയും ജനങ്ങൾ സ്വീകരിക്കുന്നത് ഇരുകൈയും നീട്ടിയാണ്. ഇക്കുറി 3ഓളം ചിത്രങ്ങളാണ് വിഷു റിലീസായി മലയാളത്തിൽ നിന്ന് എത്തിയത്. മമ്മൂട്ടി നായകനായി എത്തിയ ബസൂക്ക, ആലപ്പുഴ ജിങ്കാന നസ്ലിൻ നായകനായി എത്തി, മരണമാസ് ബേസിൽ ജോസഫിൻ്റെ ചിത്രം. ഈ 3 ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ മികച്ച രീതിയിൽ തന്നെ പ്രകടനം കാഴ്ചവെച്ച് മുന്നോട്ട് പോവുകയാണ്. 8ാം ദിനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് 3 സിനിമകളും. ഇതിനോടകം തന്നെ ബോക്സ് ഓഫീസിൽ നല്ല രീതിയിലുള്ള ഒരു ചലനം ഈ സിനിമകൾക്ക് നടത്താനും കഴിഞ്ഞു. ഈസ്റ്റർ അവധിയും അതേകൂടി എത്തുമ്പോൾ മികച്ച രീതിയിലുള്ള ഒരു കൊയ്ത്ത് കാലം എന്ന് തന്നെ പറയാം. അവധിക്കാലം ആഘോഷിക്കാൻ കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരുമെല്ലാം ഒത്തുകൂടുന്നു. ഫാമിലി നിറഞ്ഞു കവിയുന്നു തിയേറ്ററുകളിലേക്ക്. അതുതന്നെയാണ് വിഷുക്കാലത്തിൻ്റെ പ്രത്യേകത. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. 7 ദിനങ്ങൾ പിന്നിടുമ്പോൾ എല്ലാ സിനിമയ്ക്കും മികച്ച കളക്ഷനാണ്. നമുക്ക് മരണമാസ് എന്ന ചിത്രത്തിൻ്റെ ട്രാക്ഡ് കളക്ഷൻസിലേക്ക് ആദ്യം പോകാം. 7ാം ദിനത്തിലും സിനിമയ്ക്ക് മികച്ച കളക്ഷൻ തന്നെയാണ് നേടാൻ കഴിഞ്ഞത്. ഏറെക്കുറെ 90 ലക്ഷം രൂപയോളമാണ് 7ാം ദിനവും സിനിമയ്ക്ക് ട്രാക്ഡ് കളക്ഷൻസിലൂടെ തന്നെ വന്നിരിക്കുന്നത്. അതായത് 655 ഷോകളിൽ നിന്നാണ് ഇന്നലെ സിനിമ ഇത്രത്തോളം കളക്ഷൻ നേടിയത്. അതിന് മുമ്പുള്ള ദിവസം സിനിമ 1 കോടിക്ക് മുകളിലേക്ക് എത്തി. ഒട്ടുമിക്ക ദിനങ്ങളിലും സിനിമ മികച്ച കളക്ഷൻ എത്തുമ്പോൾ ഏകദേശം 8 കോടിക്ക് മുകളിലാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി സിനിമ എത്തിയിരിക്കുന്നത്. ഇന്നത്തോടെ സിനിമ 10 കോടിയിലേക്ക് എത്തും എന്നുള്ള ആ ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ 9.5 കോടിയിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. മികച്ച രീതിയിൽ തന്നെയാണ് സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വേൾഡ് വൈഡായിട്ട് സിനിമ 13 കോടിക്ക് മുകളിലേക്ക് എത്തിയതായിരുന്നു 6 ദിവസം കൊണ്ട്. അതായത് 15 കോടിയിലേക്ക് വരുന്ന ഈ 2 ദിവസങ്ങളിലുള്ളിൽ എത്തും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാവുകയും ചെയ്തിരിക്കുകയാണ്. മമ്മൂട്ടി നായകനായി എത്തിയ ബസൂക്കയാണ് ഏവരും കാത്തിരിക്കുന്ന ആ ഒരു ചിത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ കളക്ഷൻ കുറവായിരുന്നെങ്കിൽ പിന്നെയും കളക്ഷൻ കൂടുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇന്നലെ നമുക്ക് 817ഓളം ഷോകളിൽ നിന്നായി ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഏറെക്കുറെ 55 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ്. മികച്ച രീതിയിൽ തന്നെ സിനിമ കളക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. തൊട്ട് മുന്നേ ഉള്ള ദിവസം ചൊവ്വാഴ്ച നേടിയിരുന്നത് സിനിമ ഏകദേശം 90 ലക്ഷം രൂപയ്ക്ക് മുകളിൽ തന്നെയായിരുന്നു. അതായത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി സിനിമ 13 കോടിക്ക് മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. വേൾഡ് വൈഡായിട്ട് സിനിമ 6 ദിവസം കൊണ്ട് 22 കോടി കടന്നതാണ്. 7 ദിവസം കഴിയുമ്പോഴത്തേക്ക് സിനിമ 25 കോടിയിലേക്ക് എത്തും. അതായത് 8ാം ദിവസം കൊണ്ട് അത് കൺഫേം ആക്കാനും കഴിയുമെന്നുള്ളതാണ്. വലിയ ബഡ്ജറ്റിൽ വന്ന ഈ ഒരു സിനിമ ഇതിനോടകം തന്നെ അതിൻ്റെ ബഡ്ജറ്റിന് തുല്യമായ എമൗണ്ട് നേടി എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഇനിയും വിജയിക്കണമെങ്കിൽ ഒരുപാട് ദൂരം പോകാനുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് ആളുകൾ കണ്ട സിനിമ ഇക്കുറി ആലപ്പുഴ ജിംഖാന തന്നെയാണ്. ആലപ്പുഴ ജിംഖാന കുതിച്ചു പായുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഒട്ടുമിക്ക ദിനങ്ങളിലും സിനിമയ്ക്ക് 3 കോടിയോ അല്ലെങ്കിൽ അതിനടുത്തോ ആണ് കളക്ഷനായി കാണാൻ കഴിയുന്നത്. ഇന്നലെയും സിനിമയ്ക്ക് മികച്ച കളക്ഷനായിരുന്നു. ഇന്നലെയും സിനിമയ്ക്ക് 2 കോടി 50 ലക്ഷം രൂപയ്ക്ക് മുകളിലായിരുന്നു കളക്ഷൻ വന്നത്. 971ഓളം ഷോകളിൽ നിന്ന് സിനിമയ്ക്ക് വന്നിരുന്നത് ആ റേഞ്ചിലാണ്. അതായത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി സിനിമ 23 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. വേൾഡ് വൈഡായിട്ട് സിനിമ 33 കോടിയും കടന്ന് 35 കോടിയിലേക്ക് എത്തുന്നു. എന്തായാലും ഈ ഒരു വിഷുക്കാലത്ത് മികച്ച രീതിയിൽ തന്നെയാണ് സിനിമകൾ എല്ലാം തന്നെ മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ഈസ്റ്റർ അവധിയോട് തുടങ്ങിയതോടുകൂടി ഇന്നും മികച്ച രീതിയിലുള്ള കളക്ഷൻ മോർണിംഗിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു. 3 സിനിമകൾക്കും മികച്ച രീതിയിലുള്ള ബുക്കിംഗ് തന്നെയാണ് ഏർലി മോർണിംഗിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താണേലും ഇന്നത്തെ ദിനത്തോടെ കടക്കുമ്പോൾ ഈ 3 സിനിമകളും ഒരു മികച്ച റെക്കോർഡിലേക്ക് എത്തും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ സിനിമകളിൽ ഏതൊക്കെയാണ് കണ്ടത്, കാണാൻ കൊതിക്കുന്നത് ഏതൊക്കെയാണ്, കാണാത്ത സിനിമകൾ ഏതൊക്കെയാണ്, എല്ലാം ഒന്ന് കമൻസിലൂടെ പറയാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഗ്രേ മീഡിയാസ്.